എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഷാജി സ്റ്റോക്കിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട എക്സർവീസ്മാന്റെ ഒരു വെൽഫെയർ സംബന്ധമായ ഒരു വീഡിയോയുമായിട്ടാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള വെൽഫെയർ പരമായിട്ടുള്ള വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നതാണ്. ഇത് നമ്മുടെ എത്തിയിരിക്കുന്ന വിഷയം, നിങ്ങൾ 1 ജൂൺ 2025 പ്രമുഖ പത്രങ്ങളിൽ വന്നൊരു വാർത്ത നിങ്ങൾ വായിച്ചു കാണുമല്ലോ. കിടപ്പ് രോഗികളായ എക്സർവീസ്മാന് ധനസഹായം ലഭിക്കുന്നു എന്നുള്ള വിവരം. ഇതിൽ പലർക്കും പല കൺഫ്യൂഷൻ ഉണ്ട്. ഇത് എവിടെ അപ്ലൈ ചെയ്യണം, എവിടെ എന്ത് ആപ്ലിക്കേഷൻ കൊടുക്കണം, അതിനെക്കുറിച്ച് ഈ വീഡിയോ ത്രൂ വളരെ വിശദമായി നിങ്ങളെ ഞാൻ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് 5 ഡോക്യുമെന്റ് 10 ജൂൺ 2025 നിങ്ങളുടെ അതാത് ജില്ലാ സൈനിക ബോർഡിൽ എത്തിക്കേണ്ടതാണ്. ആദ്യത്തത് ഒരു നോർമൽ ആപ്ലിക്കേഷൻ ജില്ലാ സൈനിക ബോർഡ് ഓഫീസറിന്റെ പേരിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ എഴുതണം. ഞാൻ കിടപ്പ് രോഗിയാണ്, ഇത്ര വർഷമായി ഇന്ന ഡിസീസിൽ ഞാൻ കിടപ്പ് രോഗിയാണ്, അതിനാൽ എനിക്ക് ധനസഹായം തരണമെന്നൊരു റിക്വസ്റ്റ് പോലുള്ള ഒരു ആപ്ലിക്കേഷൻ എഴുതണം. 2, എക്സർവീസ്മാന്റെ ഡിസ്ചാർജ് ബുക്കിന്റെ കംപ്ലീറ്റ് കോപ്പി. 3ാമത്തെ ഡോക്യുമെന്റ് അദ്ദേഹത്തിന്റെ ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ്, വളരെ വ്യക്തമായ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, മറ്റ് ബാങ്കിന്റെ വിവരങ്ങൾ അറിയത്തക്ക രീതിയിൽ വളരെ വ്യക്തമായ ഫ്രണ്ട് പേജിന്റെ കോപ്പി. 4ാമത്തത് അദ്ദേഹത്തിന്റെ ഐ കാർഡിന്റെ കോപ്പി, അതായത് ജില്ലാ സൈനിക ബോർഡിൽ നിന്ന് എക്സർവീസ്മാന് കൊടുത്തിരിക്കുന്ന ഐ കാർഡിന്റെ കോപ്പി. ലാസ്റ്റ്ലി ഏത് എംപാനൽഡ് ഹോസ്പിറ്റലാണെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിലും എവിടെയാണോ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നത് വ്യക്തമായി അദ്ദേഹം ബെഡ് റിട്ടേൺ പേഴ്സൺ ആണ്, അതായത് കിടപ്പ് രോഗിയാണ് എന്ന് വ്യക്തമാക്കുന്ന മെഡിക്കൽ ഡോക്യുമെന്റ് കൂടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, 10 ജൂണിന് മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകം ജില്ലാ സൈനിക ബോർഡിൽ ബോർഡ് ഇരുത്തി നിങ്ങൾക്ക് അത് ധനസഹായം തരുന്നതാണ് ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നത്. ആരും മറക്കാതെ, ആരും താമസിക്കാതെ 10 ജൂണിന് മുമ്പ് ഈ പറഞ്ഞ ഡോക്യുമെന്റുകൾ സമർപ്പിക്കണം. എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.